എടാ അമ്മ പറയുന്നതേ നീ ഈ ജോലി രാജിവെക്കാനാ, എന്നിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ. അതാണ് അവൾക്ക് സന്തോഷം. അവൾക്ക് മാത്രമല്ല എനിക്കും. നീ ഇവിടെ ഉള്ളപ്പോൾ എന്താണെന്നറിയില്ല, മനസ്സിനൊരു ധൈര്യം. പോയി കഴിഞ്ഞാ അല്ല, അമ്മയും കുറ്റം പറയാൻ പറ്റില്ല. നീ ഓരോ തവണയും ഇവിടുന്ന് പോകുമ്പോഴും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണ്. പിന്നെ ആരും അത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. രാത്രി നിൻ്റെ ഓരോ ഫോൺ കോൾ വരുമ്പോഴും ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ തീയ. അതുകൊണ്ടൊക്കെയാണ് അമ്മ ഇങ്ങനെ പറയുന്നത്. നിനക്കിവിടെ നിന്നൂടെ? എന്താ നിൻ്റെ തീരുമാനം? അപ്പോൾ എനിക്ക് എടാ, ഇതൊക്കെ അമ്മ നിന്നോട് പറയാൻ പറഞ്ഞതാ. ഇനി നിൻ്റെ തീരുമാനം എന്തായാലും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എടാ, എനിക്ക് എൻ്റെ ആ പഴയ ജോണിനെ തിരിച്ചു വേണം. എടാ, നിന്നോട് അടി കൂടാഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലടാ. നീ പോയിട്ട് ധൈര്യമായിട്ട് ജോലി കോൺസെൻട്രേറ്റ് ചെയ്യും. അമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. കേട്ടോ മോനെ? എന്താടാ പറ. അപ്പം കുറെ കൊല്ലത്തിന് ശേഷം മോനെ എന്ന് വിളിക്കണേ. വാ. ആർ യു ഓക്കെ ജോൺ? സാർ, ഇന്ന് ഞാൻ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിക്ക് കയറാണ്. എന്തിനാണ് ഇത്ര ധൃതി? സാർ, ജോൺ, എന്തിനാണ് ഇത്ര ധൃതി? സാറിൻ്റെ കൺസേൺ എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കേസ് എനിക്ക് അന്വേഷിക്കണം സാർ. ഒരുപക്ഷെ ഞാൻ അന്വേഷിക്കാൻ പോകുന്ന അവസാനത്തെ കേസായിരിക്കും അത്. അല്ല, ജോണിനെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ കുറവുകളെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് സാർ. പക്ഷേ അത് ഈ കേസിനെ ബാധിക്കില്ല. ബിലീവ് മീ. മീഡിയക്കാരുടെ വായടപ്പിക്കാനായിട്ട് ഞാൻ 2 ആഴ്ചത്തെ സമയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുള്ളിൽ നമുക്ക് ഈ കേസിന്റെ എന്തെങ്കിലും ഹിന്റ് കണ്ടുപിടിച്ചേ പറ്റൂ. ഗോ അഹെഡ്. താങ്ക് യു സാർ. സാർ എന്തൊക്കെ ഏട്ടാ? സാർ സുഖം തന്നെ. സാറിന് ഇപ്പം എങ്ങനെയുണ്ട് സാർ? ഫെലിക്സ് ഇരിക്കും. ഫെലിക്സ്, മൂന്നാമത്തെ മിസ്സിംഗ് കേസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. സാർ, മൂന്നാമത് മിസ്സായത് ഗീത. ആ മൂന്നാമത് മിസ്സിംഗ് ആയത് ഗീത, 41 വയസ്സ്. ആ ആ സാർ, മൂന്നാമത് മിസ്സായത് ഒരു ഗീതയാണ്, 41 വയസ്സ്. പള്ളിവാസലാണ് സ്ഥലം. പള്ളിവാസൽ. അതെ. ആ. ഈ ഗീത മിസ്സിംഗ് ആയ ഒരു ഗീതയുടെ ഹസ്ബൻഡ് സുദീപാണ് പോലീസിനെ അറിയിക്കുന്നത്. സുദീപ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി. ഇതുവരെ കുട്ടികളില്ല. അതുകൊണ്ട് ഇവർ മലയാറ്റൂർ പള്ളിയിൽ ഒരു നേർച്ച ചേർന്നുണ്ട്. 101 വീടുകൾ കയറി നേർച്ച എടുക്കാമെന്ന്. പിന്നെ ഞാൻ സുദീപ് ജോലിക്ക് പോയ സമയത്താണ് ഗീത നേർച്ച വാങ്ങാനായി വീടുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് സുദീപിനോ വീടിനടുത്തുള്ളവർക്കോ അറിയില്ല. സാർ, ഫൈൻ. സുദീപ് എപ്പോഴാണ് ഗീത മിസ്സിംഗ് ആണെന്നുള്ള കംപ്ലൈന്റ് തന്നത്? രാത്രി 10:30 സാർ. ആ രാത്രി 10:30 സാർ. ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. സാർ, FIR എഴുതിയിരിക്കുന്ന മനോജാണ്. അയാളോട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയും. ഓക്കെ സാർ. ഗീതയുടെ ലുക്കൗട്ട് നോട്ടീസ് ഉടനെ റെഡിയാക്കണം. നാളത്തെ എല്ലാ പേപ്പേഴ്സിലും അത് ഇൻസേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയയിലും, ലോക്കൽ ചാനൽ, ഒപ്പം നമ്മുടെ നമ്പർ. യെസ് സാർ. നമുക്ക് സമയമില്ല ഫെലിക്സ്. ഗീതയെ പരിചയമുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരാളുടെയെങ്കിലും കോൾ നമുക്ക് നാളെ കിട്ടിയിരിക്കും. ഷുവർ സാർ. ആഗസ്റ്റ് 20 മുതൽ കാണാനില്ല. ഇവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ദേവികുളം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. പിന്നെ ഞാൻ സുദീപ് ജോലിക്ക് പോയ സമയത്താണ് ഗീത നേർച്ച വാങ്ങാനായി വീടുകളിലേക്ക് പോയത്. എങ്ങോട്ടാണ് പോയതെന്ന് സുദീപിനോ വീടിനടുത്തുള്ളവർക്കോ അറിയില്ല.
സർ എന്താ ഫെലിക്സ കാര്യങ്ങൾ? ഇതുവരെ കോളൊന്നും വന്നില്ല സർ. എന്തായി ഫെലിക്സ കാര്യങ്ങൾ? ഇതുവരെ കോളൊന്നും വന്നില്ല സർ. ഓ ഗീതയുടെ ലുക്കൗട്ട് നോട്ടീസ് എല്ലായിടത്തും എത്തിയിട്ടില്ലേ? ആ സാർ, എല്ലായിടത്തും എത്തിച്ചു. ഇതൊരു സാധാരണ മിസ്സിംഗ് കേസല്ല, സംതിങ് ഡിഫറെൻറ്റ്. അതെന്താ സാർ അങ്ങനെ തോന്നാനുള്ള കാരണം അതെ, അത് നമ്മുടെ കേസ് അന്വേഷണത്തിൽ മിസ്സിംഗ് ആയ 3 വിക്ടിംസ് തമ്മിലും യാതൊരു ബന്ധവുമില്ല. അതായത് ഏജ്, ജെൻഡർ, പ്രൊഫഷൻ എല്ലാം ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ. ആദ്യത്തെ മിസ്സിംഗ് കേസിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. വർഗീസിൻ്റെ മൊഴി അനുസരിച്ച് പ്രകാശൻ ആക്സിഡന്റിന് ശേഷം റോഡിൽ തന്നെ കിടക്കുകയായിരുന്നു. വർഗീസ് പോയതിന് ശേഷമാണ് പ്രകാശൻ മിസ്സിംഗ് ആയത്. അതായത് ഇതിൻ്റെ പിന്നിലുള്ളവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രകാശനല്ല. പ്രകാശൻ അവരുടെ മുന്നിലേക്ക് ആക്സിഡൻ്റിൽ കയറി വന്നിട്ടുള്ള ഇര മാത്രമാണ്. ഒരുപക്ഷെ ഇവരുടെ രീതി ഇത് തന്നെയായിരിക്കാം, ഇരകളെ പിടിക്കുകയല്ല, ഇവരുടെ മുന്നിൽ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നവരെ ഇരകളാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ റാൻഡം സെലക്ഷൻ. അങ്ങനെയാണെങ്കിൽ സാർ എന്തായിരിക്കും ഇതിന്റെ മോട്ടീവ്? നോ ഐഡിയ. എന്തായാലും ആദ്യത്തെ 2 മിസ്സിംഗ് കേസുകളും തമ്മിൽ ഒരു പൊതു സ്വഭാവമുണ്ട്. 2 ഇൻസിഡൻസും നടന്നത് ഒരൊറ്റപ്പെട്ട സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഈ മിസ്സിംഗ് നടന്നിട്ടുണ്ടാവുക ഒരൊറ്റപ്പെട്ട സ്ഥലത്തു നിന്നായിരിക്കണം. സാർ, എനിക്കൊരു സംശയം. ചേട്ടാ കുറച്ച് ശബ്ദത്തിൽ പറയോ? സാർ, എനിക്കൊരു സംശയം. ഈ ഗീത ഒരു നേർച്ചയ്ക്ക് വേണ്ടിയല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട്? അപ്പോൾ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് പോവോ? കുറച്ച് അധികം വീടുള്ള ഒരു സ്ഥലത്തേക്കല്ലേ പോവാൻ സാധ്യത കൂടുതൽ? ഞാൻ പറഞ്ഞല്ലോ ഒരായിട്ടാ, ഇതെൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. എന്തായാലും ഗീത പള്ളിവാസിൽ നിന്നും ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിൽ മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഗീത മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ ഇതൊക്കെയാണ്: ചിത്തരപുരം, പോത്തമേട്, ഓൾഡ് മൂന്നാർ, ആറ്റുകാട്. ഇതിൽ ഒറ്റപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ഹലോ, അതെ, നിങ്ങളുടെ പേരെന്താ? സ്ഥലം? ഈ ഗീത എത്ര മണിക്കാണ് അവിടെ വന്നത്? ഓക്കെ സർ, സ്ഥലം ആറ്റുകാട്. ചേട്ടാ വണ്ടി എടുത്തു. സാർ, പ്ലീസ്. ഓക്കെ സർ. വിനോദല്ലേ? അതെ സാർ. ഈ ഗീത എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല സാർ. ഭാര്യയും കുഞ്ഞും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെ പത്രത്തിൻ്റെ കൂട്ടിൽ നോട്ടീസ് കണ്ടപ്പോൾ ഭാര്യയാണ് പറഞ്ഞത് ആ സ്ത്രീ ഇവിടെ വന്നിരുന്നു. അപ്പോഴാണ് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചത്. വൈഫ് ഇവിടെ ഉണ്ടോ? ആ ഉണ്ട് സാർ. ഒന്ന് വിളിക്കാം. രേവതി വാ സാറേ. ഈ ഗീത എങ്ങനെ ഇങ്ങോട്ട് വന്നത്? വല്ല വണ്ടി വിളിച്ചിട്ടാണോ? അല്ല സർ, നടന്നിട്ടാ വന്നേ. ആ, ഒറ്റയ്ക്കാണോ വന്നേ? നോട്ട് ചെയ്തോ? അതെ സർ. എത്ര മണിക്ക്? 3:30 കാണും സർ. ആ, 3:30 കാണും സർ. ഓ, എന്ത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേ? മലയാറ്റൂർക്ക് പോവാണ്, അതിനുള്ള നേർച്ചയാണ്, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അകത്ത് പോയി കുറച്ച് അരി എടുത്തു കൊടുത്തായിരുന്നു സർ. കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു വലിയ കവർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ പരിസരത്ത് വേറെ വീടുകളുണ്ടോ? ഒരു 8-10 വീടുണ്ട് സർ. മലയാറ്റൂർക്ക് പോവാണ്, അതിനുള്ള നേർച്ചയാണ്, എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അകത്ത് പോയി കുറച്ച് അരി എടുത്തു കൊടുത്തായിരുന്നു സർ. കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒരു വലിയ കവർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു തോന്നുന്നു. ഗീത ഇവിടെ വന്നു എന്നല്ലാതെ വേറെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല സർ. ഗീത പോയതിന് ശേഷം ഇങ്ങനൊരു വണ്ടി എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഇല്ല സർ. ആ വീട്ടിൽ നിന്ന് ഇതുപോലൊരു വണ്ടി. ഞാനും അവിടെ അങ്ങനെ ഒരു വണ്ടി ഉണ്ടതായി ഓർക്കുന്നു സാർ. അവിടെ ആരാ താമസിക്കുന്നത്? ബിൽഡിംഗ് വർക്കേഴ്സാണെന്ന് തോന്നുന്നത്. അവിടെ അങ്ങനെ ആളെനിക്കൊന്നും കാണാറില്ല. ഐസക് മുതലാളിയുടെയാണ് ആ വീട് സ്ഥലവും. അവർക്ക് വാടകയ്ക്ക് എന്താ കൊടുത്തേക്കാന്ന് തോന്നുന്നു.
ഇതാ സാറേ വണ്ടി. ഇനി നമ്പറുണ്ട് സാർ, ഇതല്ല. വാ. സാർ ആ വണ്ടിക്ക് നമ്പറുണ്ട്. തന്നെ മറ്റേ വണ്ടി ഇവിടെ അതവിടെ വർക്ക്ഷോപ്പിലെ സാറേ. വണ്ടി കയറി. ആ കേറ്. കേറ്. ഇത് സാറേ. ഇതെന്തോ ഈ വണ്ടിക്ക് ഈ സൈഡിൽ മാത്രം നമ്പർ ഇല്ലാത്ത? സാറേ ഞാനത് ഇപ്പോഴാണ് കാണുന്നത്. എനിക്കറിയില്ല, ഞാൻ അവിടെ പിള്ളേരോട് ചോദിച്ചോട്ടെ, ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ. ഇതാരേ വണ്ടി ഓടിക്കണേ? എന്റെ പണിക്കാരനാ ഇവിടുത്തെ ഡ്രൈവർ വെങ്കിട്. അവനെന്തേ? അവിടില്ല, ഇന്നലെ ചെന്നൈയിലേക്ക് പോയേക്കാ. ചെന്നൈയിലേക്ക് പോയേക്കാ. എന്തിന്? ഞങ്ങളുടെ ഒരു ബോർവെല്ലിന്റെ ലോറി കൊടുക്കാൻ വേണ്ടി വെങ്കിടും എൻ്റെ അനിയൻ ജിജോനും കൂടി പോയത്. എപ്പോഴാ പോയേ? ഇന്നലെ വൈകിട്ട്. എന്താ ഇപ്പൊ ലോറി കൊടുക്കാനുള്ള കാരണം? ഈയിടെയായിട്ട് കുറച്ച് നഷ്ടത്തില്ല സാറേ. പിന്നെ കുഴിക്കണോടത്തൊന്നും നേരിച്ച് വെള്ളം കിട്ടണല്ലേ. കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്യാൻസലായി പോയി. പിന്നെ അതേ ഇതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാം കൂടി ആകെ ടെൻഷനായി. അതുകൊണ്ട് ലോറി കൊടുക്കാനുള്ള കാരണം. എന്താ സാറേ പ്രശ്നം? ഈ വെങ്കിട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഒരു 4 മാസമായിട്ടുണ്ട്. ഈ വെങ്കിട് ആ റൂമിൽ പോയി കിടക്കാറുണ്ടോ? ഇടയ്ക്ക് പോയി കിടക്കാറുണ്ട് സാറേ. സാർ, ഇതിന്റെ താക്കോൽ തന്നെ ഉണ്ടോ? ഇല്ല സാറേ. ഫ്ലെക്സ് തുറക്കാം.
ഫെലിക്സ്, സാർ. ഫോറൻസിക്കിനെ വിളിക്കാം. ഓക്കെ സാർ. താനോട് വന്നേ. ഈ വെങ്കട് എങ്ങനെയാള്? ആള് പാവണ് സാർ. അങ്ങനെ അത് ആരോടും സംസാരിക്കാറില്ല. പിന്നെ നല്ലോണം പണിയെടുക്കും. എവിടെ അയാളുടെ സ്ഥലം? തമിഴ്നാട്ടില്. തമിഴ്നാട്ടിലാണെന്നറിയാം, കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ. അയാളുടെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഫോട്ടോ സാർ, ഫോറൻസിക്കാരുടെ അതിനകത്ത്. ഇല്ല സാർ. ഇവർ ചെന്നൈയിലേക്ക് പോയ ശേഷം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഇന്ന് രാവിലെ എൻ്റെ അനിയൻ വിളിച്ചായിരുന്നു. അവിടെ എത്തിയെന്നും പറഞ്ഞു. എപ്പോഴാണ് അവർ വരണേ? ലോറി കൊടുത്ത് കാശ് കുറച്ച് ഉറക്കെ പറയും. ലോറി കൊടുത്ത് കാശ് കിട്ടിയാൽ ഉടനെ തന്നെ അടുത്ത ട്രെയിൻ തിരിച്ചു വരുന്ന പറഞ്ഞു. ഈ വെങ്കടിന് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഫ്രണ്ട്സായിട്ട് അധികം ആൾക്കാരൊന്നുമില്ല സാർ. പിന്നെ പ്രസാദ് എന്ന് പറഞ്ഞൊരു അണ്ണനാണ് അവനോട് കൊണ്ടുവന്നത്. പ്രസാദ്? അതെ. ആരേ പ്രസാദ്? ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാ, ഇത്തിരി പ്രായമുണ്ട്. പ്രസാദ് അണ്ണൻ എനിക്ക് അവനെ പരിചയപ്പെടുത്തുന്നത് വെങ്കടിന്. ഈ പ്രസാദ് ഇപ്പോൾ എവിടെയുണ്ട്? പ്രസാദിന് ഇവിടെ ഇല്ല. പ്രസാദ് അണ്ണൻ ജോലി മതിയാക്കിയാണ് എൻ്റെ നാട്ടിൽ പോയി. എന്താ ജോലി നിർത്താനുള്ള കാരണം? അത് ഞാനും ചോദിച്ചിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു തീരെ വയ്യ, എനിക്കിനി ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോകാമെന്നാണ് പറഞ്ഞു. നാട്ടിലേക്ക്? ആ. എവിടെ അയാളുടെ നാട്? തമിഴ്നാട് ബോർഡർ കൊളുക്കുമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇയാളൊന്നും ഞങ്ങളുടെ കൂടെ അവിടം വരെ വരേണ്ടി വരും. വരാം സാർ. ஒரு தங்கச்சி இருந்தது. 2 பேரில் வெங்கட் தான் நல்லா படிப்பான். எல்லா கிளாஸ்லேயும் ஃபஸ்ட்டு. எங்கள் அண்ணன் ரொம்ப கஷ்டப்பட்டு தான் வெங்கட்டை படிக்க வச்சார். வெங்கட், நீ பெரிய ஆளனா என்னடா பண்ண போகிறேன்னு கேட்டேன். நான் டாக்டராக போகிறேன்னு சொன்னேன். மற்ற பசங்க மாதிரி சும்மா சொல்கிறான்னு நினச்சேன். ஆனால் அன்னைக்கு எனக்கு புரிஞ்சிருச்சு. வெங்கட், என்னடா அது பையில? ஒன்றும் இல்லை சித்தப்பா. போய் சொல்லாது, காட்டு. டேய், எதுக்குடா இதெல்லாம்? படிக்கிறதுக்கு தான். எனக்கு பெரிய டாக்டர் ஆகணும். அதே மாதிரி தான் ஆச்சு. வெங்கட் என்ட்ரன்ஸ் எக்ஸாம் எழுதி MBBS படித்தான். அங்கேயும் அதே மாதிரி தான். அந்த காலேஜில் அவன் தான் நல்லா படிப்பான். எல்லா டீச்சர்ஸ்க்கும் அவனை ரொம்ப பிடிக்கும். அப்போ தான் வெங்கட் தங்கச்சிக்கு உடம்பு சரியில்லாமல் போச்சு. நிறைய பணம் தேவைப்பட்டது. எங்ககிட்ட இல்லை. பணத்துக்காக வெங்கட் ஒரு ஹாஸ்பிட்டலில் நைட்டில் டாக்டராக வேலை பார்த்தான். ஏன்னா அவன் அப்போ அவசர சிகிச்சை பண்ணிட்டு இருந்தான். அந்த ஹாஸ்பிட்டலில் ஒரு பொண்ணை மூச்சு தண்ணுறதுன்னு கொண்டு வந்து சேர்த்தாங்க. வெங்கட் தான் வைத்தியம் பார்த்தான். அந்த பொண்ணு இறந்துருச்சு.
கேஸ் ஆயிடுச்சு. ஹவுஸ் சர்ஜன்சி பண்ணும்போது நீ எப்படா டாக்டரை வேலை பார்ப்பேன்னு அவனை டிபார்ட் பண்ணிட்டாங்க. 5 வருஷம் ஜெயிலுக்கு போனான். ட்ரீட்மெண்ட்டுக்கு பணம் எல்லாம் அவன் தங்கச்சி செத்து போச்சு. வெங்கட் இனிமேல் டாக்டரே ஆக மாட்டான். அண்ணன் அண்ணி தற்கொலை பண்ணிக்கிட்டான். அப்புறம் வெங்கட் ரிலீஸ் ஆகி வரும்போது நான் தான் அவனை கூட்டிகிட்டு வந்தேன். அவன் யார் கூடயும் பேசலை, நான் கூடவே இருந்துட்டான். அப்புறம் ஒரு நாள் நாங்கள் மூணாரில் ஒரு வேலையை முடிச்சுட்டு வண்டியில் வந்துட்டு இருந்தோம். சித்தப்பா என்னன்னு பாருங்க. தம்பி வெங்கடே இங்கே வா. தம்பி தம்பி டேய் வெங்கடே சீக்கிரம் வா. தம்பி ஏய் வெங்கடே சீக்கிரம் வாடா, உயிர் இருக்கு. ஆளப்படி தம்பி தம்பி. ஐயோ ஏய் வெங்கடே நிறுத்து நிறுத்து. தம்பி தம்பி என்னாச்சு? இந்த ஆள் செத்துட்டாரு. சரி பரவாயில்ல, ஹாஸ்பிட்டல் ஹாஸ்பிட்டல் போ. ஏய் வெங்கட் எங்கே போற? ஹாஸ்பிட்டல் அந்த பக்கம். வெங்கட் ஏய் எங்கடா போற? வெங்கட் இங்க எதுக்குடா வந்த? சித்தவா நீ இந்த ஆளை பார்க்கல, வண்டி எடுத்து சீக்கிரம் கிளம்பு. ஏய் வெங்கட் அதுக்கப்புறம் அவன் 2 நாள் வேலைக்கு வரல. ஆனால் திரும்பி வேலைக்கு வந்தப்போ ரொம்ப சந்தோஷமாக இருந்தான். கொஞ்ச நாளைக்கு அப்புறம் திருப்பி 2 நாள் லீவ் எடுத்தோம். எனக்கு சந்தேகமாயிடுச்சு. நான் அங்கே போய் அந்த வீட்டில் என்ன நடக்குதுன்னு பார்த்தேன். സർജിക്കൽ ബ്ലേഡ്. ഈ ബോഡിയൊക്കെ വെങ്കട് എന്താ ചെയ്തത്? தெரியல சார். ഇളന്തേലും വണ്ടിയിലേക്ക് കയറ്റി. സാർ എന്തു
சார் வெங்கட் எங்க அண்ணன் பையன் தான். சின்ன பிள்ளைல இருந்தா அவனை எனக்கு நல்லா தெரியும். அவன் அப்பவே அவன் வயசு பசங்க மாதிரி സാറേ இருக்கும். അയാൾ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയുണ്ട്? ഇവിടെ അടുത്ത ഹോസ്പിറ്റലിൽ ആരാ മനോജ് സാറാ? വേണ്ട. പിടിച്ചോ. ഡോക്ടറെ വിളിച്ചിട്ടൊന്ന് വേഗം വരാൻ പറ. ഓക്കെ, എന്തായാലും അഭിലാഷ് ആ റിപ്പോർട്ടൊന്ന് എനിക്ക് മെയിൽ ചെയ്തേക്ക്. ശരി. സാർ ഡോക്ടർ വരാൻ ലേറ്റ് ആവുന്ന പറയുന്നത്. ലേറ്റ് ആവും? ആ സാർ. ഡയറക്ടർ എന്നൊരു കാര്യം ചെയ്യും. സാർ. ഡയറക്ടർ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിക്കും. സാർ. എന്നിട്ട് അയാളെ കൊണ്ട് അങ്ങോട്ട് വന്നാൽ മതി, ഞാൻ വണ്ടി വിടാം. ആ സാർ. പൈസ എൻ്റെ കയ്യിൽ? ആവശ്യമില്ല സാർ. ശരി, ഫിലിക്സിനോട് വരാൻ പറയും. ആ സാർ. ഫോറൻസിക് റിപ്പോർട്ട് വന്നു. നമ്മളവിടെ കണ്ട ബ്ലഡ് ബി നെഗറ്റീവാണ്. അപ്പോൾ അവസാനം മിസ്സിംഗ് ആയ ഗീതയുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവാണ്. താൻ ബ്രദറിനെ ഒന്ന് വിളിച്ചേ, എന്നിട്ട് എപ്പോഴാണ് പുറപ്പെടാമെന്ന് ചോദിക്കും. ആ സാറേ, ആ മൊബൈൽ സ്പീക്കറിലിടെ. ആ ഹലോ ആ ചേട്ടാ. ഹലോ. ആ നീ എവിടെയാ? എന്തായി കാര്യങ്ങള്? ചേട്ടാ ലോറി കൊടുത്തു, പൈസ കിട്ടിയിട്ടുണ്ട്. ആ വെങ്കിട്ടുണ്ടോ കൂടെ? ആ അവിടെ ഉണ്ട്. ഞാൻ ചേട്ടനെ വിളിച്ചിരുന്നു. ഫോൺ എടുത്തില്ല. ആ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. അതെ, നിങ്ങൾ എപ്പോഴാ തിരിച്ചു കയറണേ? ഞങ്ങൾ 4:30 ട്രെയിനിൽ കയറും. ആ വേഗം കയറുക. ശരി എന്നാ. ആ എത്തുമ്പോൾ വിളിക്കും. ആ ഞാൻ വിളിക്കും ചേട്ടാ. ആ ശരി. നാലരയ്ക്കുന്നല്ലേ പറഞ്ഞു? അതെ സാർ. അപ്പോൾ വെളുപ്പിന് ഒരു 5 മണിയാകുമ്പോൾ എത്തും. ആ ചേട്ടാ. ആ സാർ. സാർ പ്രസാദിനെ ഇപ്പോൾ റൂമിലേക്ക് മാറ്റി. ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് സാർ. ഇപ്പോൾ ഒബ്സർവേഷനിൽ ഇട്ടിട്ടാ. ഓക്കെ, എന്തായാലും കാര്യങ്ങളൊന്നും അറിയിക്കില്ല ചേട്ടാ. ഓക്കെ സാർ. ഓക്കെ. ഈ കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത കിണറൊക്കെ നിങ്ങൾ എന്താ ചെയ്യണേ? അത് മൂടും സാറ്. മൂടും? ആ. ഇപ്പം എത്ര എണ്ണം മൂടിയിട്ടുണ്ട്? ഒരു 3 മൂടിയുണ്ട്. ഏതൊക്കെ ഡേറ്റിനാണ് മൂടിയിട്ടില്ലേ? സാറേ എൻ്റെ മൊബൈലിലുണ്ട്. സാറേ ആ മൊബൈലും തരാം, ഒന്ന് നോക്കിയിട്ട് പറയാം. ഏതൊക്കെ ഡേറ്റിനാണ് മൂടിയിട്ടില്ലേ? പറയാം സാറേ, മൊബൈലിലുണ്ട്. സാറേ ആദ്യം ഒരെണ്ണം മൂടിയത് ജൂലൈ 6-നാണ്. പ്രകാശം മിസ്സിംഗ് ജൂലൈ 3. ആ. രണ്ടാമത്തത് ജൂലൈ 14-നാണ്. ജൂലൈ 14. അവസാനത്തേത് ഓഗസ്റ്റ് 21-ന്. ഇവരവസാനമായിട്ട് മൂടിയ 3 കുഴൽ കിണറുകളും നമുക്ക് ഇമ്മീഡിയറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ സാർ.
സർ കുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ കവറുകളിലാക്കിയിട്ടാണ്. സുബിൻ്റെ പാരൻസിനെ വിവരം അറിയിച്ചിരുന്നു. അറിയിച്ചിട്ടുണ്ട് സാർ, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന 2 നമ്പർ ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ സർ. വെങ്കിട്ട് 97458 26263 ജിജോ 98466 48098. സാർ ഈ നമ്പർ ചെന്നൈയിലാണ്. ഇത് മൂവ് ചെയ്യുന്നുണ്ട് സർ. ആ അവർ എറണാകുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഡൈവേർഷൻ വന്നാൽ എന്നെ അറിയിക്കണം. ഓക്കെ സാർ. സാറേ വെങ്കിടൻ്റെ അനിയൻ എന്തെങ്കിലും ചെയ്യോ സാർ? സാർ താൻ എന്തെങ്കിലും പറഞ്ഞോ? വെങ്കിട് എൻ്റെ അനിയൻ എന്തെങ്കിലും ചെയ്യോ? ടെൻഷൻ ആവണ്ട, നിങ്ങൾ അവിടെ പോയിരിക്കും. ഒന്നുമില്ല, ഞങ്ങൾ നോക്കിക്കോളാം. ശരി സാർ. ഫെലിക്സ്, അവർ എറണാകുളം എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം. സാർ ഒരു പ്രശ്നമുണ്ട്. സാറ് പറഞ്ഞില്ലേ തമിഴ്നാട്ടിൽ ഡിബാർ ചെയ്ത ഡോക്ടേഴ്സിന് ലിസ്റ്റ് എടുക്കാൻ. ആ ലിസ്റ്റിൽ വെങ്കിട് എന്ന് പറഞ്ഞ ഒരാളില്ല.